നമസ്കാരം ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സബ് ടോട്ടൽ എങ്ങനെ എക്സലിൽ കാണാമെന്നാണ് നോക്കുന്നത്. ഈ സബ് ടോട്ടൽ കാണേണ്ടത് ഒരുപാട് പേർക്ക് ആവശ്യമായിട്ട് വരും. നമ്മളുടെ റീജിയൻ വൈസ് സെയിൽസിൻ്റെ ടോട്ടൽ കാണണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ്മാൻ എത്രത്തോളം സെയിൽ ചെയ്തു എന്ന് കാണണം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് അതിൻ്റെ സബ് ടോട്ടൽ എങ്ങനെ കാണാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെയിൽസിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല കേട്ടോ, ഓരോ ഓഫീസിലും അതിൻ്റെ വർക്കിനനുസരിച്ച് ഇതുപോലെ നമുക്ക് സബ് ടോട്ടൽ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇതേ മെത്തേഡ് തന്നെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെങ്കിൽ, ഇവിടെ ഞാനൊരു സ്പെസിമെൻ ഡാറ്റ കാണിച്ചിട്ടുണ്ട്. ഡേറ്റ്, റീജിയൻ, സെയിൽസ്മാൻ, ഐറ്റം, യൂണിറ്റ്, റേറ്റ്, ടോട്ടൽ. ഇങ്ങനെ ഈ ഫീൽഡിൽ കുറച്ച് ഡാറ്റ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ വേണ്ടത് റീജിയൻ വൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈസ്റ്റ്, സെൻട്രൽ, വെസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് റീജിയണുകൾ കാണാനായിട്ട് സാധിക്കും. ഈ റീജിയൻ വൈസ് എനിക്ക് ടോട്ടലാണ് കാണേണ്ടത്. ഓരോ റീജിയണിലും എത്ര സെയിൽ നടന്നു എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. രണ്ട് മെത്തേഡിൽ കൂടെ നമുക്കിത് സബ് ടോട്ടൽ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സബ് ടോട്ടൽ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെങ്കിൽ, ഈ ഡാറ്റയെ നമുക്ക് ഫിൽട്ടർ ചെയ്യണം. അതിനായിട്ട് ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ റൈറ്റ് എൻഡിലേക്കും, ഡൗൺ ആരോ പ്രസ് ചെയ്താൽ ഡൗണിലേക്കും സെലക്ഷൻ ആയിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ മൗസ് പ്രസ് ചെയ്യുക, ദെൻ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് എൻഡിൽ മൗസ് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ആ എൻഡിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ആരോ ദെൻ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ കംപ്ലീറ്റ് ഡാറ്റയും സെലക്റ്റഡ് ആയിക്കോളും. അതിനുശേഷം ഡാറ്റ എന്നുള്ള ടാബിൽ പോവുക. ഡാറ്റയിൽ നമുക്ക് ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇവിടെ ആരോകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തിൻ്റെ ബേസിലാണോ ഫിൽട്ടർ ചെയ്യേണ്ടത്, ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെ, എന്തിൻ്റെ ബേസിലാണോ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ റീജിയൻ വൈസിലാണ് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത്, ഈസ്റ്റ് മാത്രം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ ഈസ്റ്റിനെ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ സെലക്ട് ഓളാണ്, അതിൻ്റെ ക്ലിക്ക് കളയുന്നു. ഞാൻ ഈസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ ഓക്കെ കൊടുത്താൽ ഈസ്റ്റിനെ മാത്രം ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടത് എന്താ, ഓരോ റീജിയൻ്റെയും ടോട്ടൽ കാണണം. അപ്പം ഞാനിവിടെ ഓൾ എന്നുള്ളത് കൊടുക്കുകയാണ്, ഓക്കെ കൊടുക്കുന്നു. ആദ്യം എനിക്ക് ഇവിടെയാണ് സബ് ടോട്ടൽ വേണ്ടത്. അപ്പം ഞാനിവിടെ സബ് ടോട്ടൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനിപ്പുറത്താണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈക്വൽ ടു സബ് ടോട്ടൽ ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആവറേജ്, കൗണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യും. അതിലെനിക്ക് സം എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത്. അതായത് എനിക്ക് ടോട്ടലേ വേണ്ടു. അപ്പോൾ സമ്മിൻ്റെ നേരെ ഒരു നമ്പർ കാണാം, നിങ്ങൾക്ക് 9 എന്നുള്ളത് കാണാം. ആ 9 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം എന്തിൻ്റെ ടോട്ടലാണ് എനിക്ക് വേണ്ടത്, ഈ കോളത്തിൻ്റെ ടോട്ടലാണ്. അപ്പോൾ അത് ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ ആ കോളം മൊത്തത്തിൽ സെലക്റ്റഡ് ആയിക്കൊള്ളും. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ എനിക്കിവിടെ സബ് ടോട്ടൽ അല്ല, ഗ്രാൻഡ് ടോട്ടലാണ് വന്നത്. ഇനി ഞാൻ റീജിയൻ വൈസ് സബ് ടോട്ടൽ കാണാൻ ഫിൽട്ടർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് സെൻട്രലിലത്തെ മാത്രം കാണണം. അപ്പോൾ സെൻട്രൽ എന്നുള്ളത് എടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ സബ് ടോട്ടൽ വന്നു. ഇനിയിപ്പം ഞാൻ റീജിയണിൽ എനിക്ക് ഈസ്റ്റാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തുണ്ടായി, ഈ കോളം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെങ്കിൽ ഞാനിവിടെ ഫിൽട്ടർ ചെയ്തപ്പോൾ ഈസ്റ്റ് ഒഴികെ ബാക്കിയുള്ള റോകളെല്ലാം ഹൈഡ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സബ് ടോട്ടലിൻ്റെ ആ റോയും ഹൈഡായിപ്പോയി. അപ്പോൾ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. വീണ്ടും ആ റോ ഇവിടെ വിസിബിളായി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ, ഈ ഹെഡിങ്ങിൻ്റെ ഈ റോയ്ക്ക് മുമ്പിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെയാണ് സബ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ സബ് ടോട്ടൽ എന്ന് പറയുന്നു. അതിനപ്പുറത്ത് എനിക്ക് വാല്യൂ വേണം. അപ്പോൾ നേരത്തെ കൊടുത്തതുപോലെ സബ് ടോട്ടൽ ബ്രാക്കറ്റിൽ 9 കോമ ഏത് മുതൽ ഏത് വരെയാണ്, ഈ കോളം മുതൽ താഴെയുള്ള കോളം വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ
നേരത്തെ പോലെ തന്നെ ടോട്ടൽ വന്നു. ഇനി ഞാൻ റീജിയൻ വൈസ് സോർട്ട് ചെയ്യാണ്. സെലക്ട് ഓൾ കളഞ്ഞതിന് ശേഷം എനിക്ക് ഈസ്റ്റാണ് വേണ്ടത്. ഓക്കെ പറയുന്നു. കണ്ടോ? അപ്പോൾ ആ റോ ഹൈഡ് ആവുന്നില്ല, അതിന് താഴേക്കുള്ള റോകൾ മാത്രമാണ് ഹൈഡ് ആവുന്നത്. ഇങ്ങനെ നമുക്ക് സബ് ടോട്ടൽ കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫിൽട്ടറിങ് അല്ല, സോർട്ടിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയിൽ ഫിൽട്ടർ നമുക്ക് കളയാനായിട്ട് ഈ ഫിൽട്ടറിനെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആയിക്കോളും. ഇനി വേണ്ടത് എന്താണെങ്കിൽ ഈ ഡാറ്റയെ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ആരോ ദെൻ ഡൗൺ ആരോ. ഫിൽട്ടറിങ് അല്ല വേണ്ടത്, സോർട്ടിംഗ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റയിൽ പോവുക, സോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീജിയൻ വൈസിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റീജിയൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അസെൻഡിങ് ഓർഡറിലാണ്, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ A to Z ആണ് സോർട്ട് ചെയ്യുക. അതിലൊന്നും ചേഞ്ച് വരുത്തണ്ട. അതിനുശേഷം ഓക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ ഇത് സോർട്ടായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി വേണ്ടത് എന്താണെങ്കിൽ ഈ ഡാറ്റയെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് ആരോ ദെൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് സെലക്ഷനായി. അതിനുശേഷം ഡാറ്റ ടാബിൽ തന്നെയുള്ള സൈഡിൽ സബ് ടോട്ടൽ എന്നുള്ളൊരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ വേർഷനിൽ ഒരുപക്ഷെ ഈ മൂലയിൽ കൊണ്ടുപോയി കർസർ വയ്ക്കുമ്പോൾ ഇതിന് താഴെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണാം. അപ്പം നമുക്കിവിടെ വേണ്ടത് ഈ സബ് ടോട്ടൽ സെലക്ട് ചെയ്യാണ്. ഡാറ്റയുടെ സെലക്ഷൻ പോയി ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ സബ് ടോട്ടൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പം നമ്മളോട് ചോദിക്കും അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ, എവിടത്തെ എന്തിൻ്റെ ബേസിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിവിടെ പറയുന്നു റീജിയൻ വൈസ് ആണ്. അപ്പം ഞാൻ റീജിയൻ വൈസ് സെലക്ട് ചെയ്തു. ഇതിൽ ടോട്ടൽ വേണം, യൂണിറ്റ് വേണം, റേറ്റ് വേണം. നമുക്ക് എന്തൊക്കെ ഫീൽഡ് വേണോ ആ ഫീൽഡ് ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ടിക്ക് ഇട്ട് കൊടുത്താൽ ആ ഫീൽഡുകൾ ഈ സോർട്ട് ചെയ്യുന്നതിൽ വന്നോളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ലെഫ്റ്റിലെ ഏറ്റവും ടോപ്പിലായിട്ട് 1, 2, 3 ടാബുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഗ്രാൻഡ് ടോട്ടൽ ആണ് കാണുക. അതിൻ്റെ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ഈ ഗ്രാൻഡ് ടോട്ടൽ വന്നത് എന്ന് കാണാം. അതിനുശേഷം അത് മിനിമൈസ് ചെയ്തിടണമെങ്കിൽ ഈ മൈനസിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് മിനിമൈസ്ഡ് ആയിക്കോളും. ഇനി നമുക്ക് സെക്കൻഡ് ടാബ് നോക്കാം. കണ്ടോ? സെൻട്രലിലെ സബ് ടോട്ടൽ, ഈസ്റ്റിലെ ടോട്ടൽ, വെസ്റ്റിലെ ടോട്ടൽ, ഗ്രാൻഡ് ടോട്ടൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടുത്തെ ഓരോ പ്ലസ് സിമ്പലിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെൻട്രലിൻ്റെ നേരെയുള്ള പ്ലസ്സിലാണ് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ സെൻട്രലിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വന്നു എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കാണാം. അതിനെ മിനിമൈസ് ചെയ്തിട്ടാൽ ആ ഡാറ്റയെല്ലാം ഹൈഡ് ആയിക്കോളും. ഇനി തേർഡ് ഷീറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്ത ഷീറ്റ്. അതിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ടോട്ടൽ, ഈസ്റ്റ് ടോട്ടൽ, വെസ്റ്റ് ടോട്ടൽ എന്നിങ്ങനെ സബ് ടോട്ടൽ ഓരോന്നിൻ്റെ താഴെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് റീജിയൻ വൈസ് അല്ല സെയിൽസ്മാൻ്റെ ഓർഡറിലാണ് കാണണമെങ്കിലോ ഇതുപോലെ തന്നെ 2 രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം സബ് ടോട്ടൽ എടുക്കുക. സബ് ടോട്ടലിൽ ഇവിടെ സെയിൽസ്മാൻ എന്നുള്ളത് പറയുക. അതിനുശേഷം ഇത്രയും ഫീൽഡുകൾ എനിക്ക് വേണം, സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പറയുക. അപ്പോൾ സെയിൽസ്മാൻ്റെ ഓർഡറിൽ നമുക്കിവിടെ ടോട്ടൽ കാണാനായിട്ട് സാധിക്കും 2, 3. കണ്ടോ? സെയിൽസ്മാൻ്റെ ടോട്ടലുകൾ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫിൽട്ടർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. സബ് ടോട്ടൽ എടുക്കുക, ക്ലിയർ ചെയ്യുക, റിമൂവ് ഓൾ. നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യാം. എന്നിട്ട് എന്താണ് ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ സബ് ടോട്ടൽ. ഇനി സെയിൽസ്മാൻ്റെ ഓർഡറിൽ നമുക്ക് നോക്കാം. സെലക്ട് ചെയ്യുക. ആൻഡ്രൂസിന് എത്ര സെയിൽ വന്നിട്ടുണ്ട് നോക്കാം. കണ്ടോ? ആൻഡ്രൂസിൻ്റെ സബ് ടോട്ടൽ എന്ന് പറയുന്നത് 438. ഇത്രയും സെയിൽസാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെയിൽസ്മാൻ്റെ ഓർഡറിലും നമുക്ക് സബ് ടോട്ടൽ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.